ഹലോ ഗൈസ്, നമസ്കാരം. സന്തോഷ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ നെടുമ്പോയിൽ നിന്നും മാനന്തവാടിക്ക് ഒരു 2.5 കിലോമീറ്റർ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ സ്ഥാപനം കേട്ടോ. അന്നൂസ് ഫുഡ് പ്രൊഡക്ട്സ്. അപ്പോൾ ഈ ഒരു കുടുംബശ്രീൻ്റെ കീഴിലാണ്. അപ്പോൾ ഈ കഴിഞ്ഞിടയ്ക്ക് ലൈസൻസ് എല്ലാം കിട്ടി അവർ നല്ല ഊർജ്ജസ്വലമായിട്ട് രാവിലെ ഉണ്ട ഉരുട്ടുകയാണ്. അപ്പോൾ ഞാൻ ഇത് ഒരുപാട് ഐറ്റം ഇവർ ഉണ്ടാക്കാറുണ്ട്. ഉണ്ണിയപ്പവും മീനച്ചാറ്, പിന്നെ മാങ്ങാച്ചാർ, നാരങ്ങാച്ചാർ എല്ലാം ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റി ഫുഡാണ്. അപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ തൊട്ടടുത്തായ കാരണം ഞാൻ ഇവരുടെ അടുത്തുനിന്ന് വാങ്ങാറുണ്ട്. നാരങ്ങാച്ചാറും അരിയുണ്ട എല്ലാം മേടിച്ച് വീട്ടിലെല്ലാം കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇന്ന് അരിയുണ്ട ഉണ്ടാക്കുന്നത് കേട്ടോ. നമ്മുടെ കുഞ്ഞിയുണ്ട്, നമ്മുടെ ചേച്ചിക്കുട്ടിയുണ്ട്. ചേച്ചിക്കുട്ടി ഭയങ്കര ചിരിയാണ്, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. ആ ചിരിയുടെ എപ്പോഴും ചിരിക്കുന്നതുകൊണ്ടാണോ എന്നറിയത്തില്ല, ചേച്ചിക്കുട്ടിയുടെ മുഖത്ത് എപ്പോഴും പ്രകാശമുണ്ട്. ചെറുക്കാൻ നീ പോ അവിടെ നിന്നൊക്കെ എന്നോട് പറയുന്നുണ്ട്. എങ്കിൽ കൂടി സന്തോഷത്തോടു കൂടിയാണ് നമ്മളോട് സമീപനം. അപ്പോൾ കുഞ്ഞ് അവിടെ ഇരുന്ന് ഒരേ ഉരുട്ടാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് കുഞ്ഞി ആളുസാറാണ് കേട്ടോ. കുഞ്ഞാണ് ഈ കട നിയന്ത്രിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചപ്പോൾ വിശദാംശങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചേച്ചി തൊട്ട് ചേർത്ത് ഇപ്പുറത്ത് ചേച്ചി ഇന്ന് നാരങ്ങ സോഡ എടുക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, സന്തോഷം അത് 5 കിലോ അരിക്ക് കുത്തരി കേട്ടോ, 5 കിലോ അരിക്ക് 3.5 കിലോ വെല്ലം. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും എന്നോട് പറഞ്ഞു തന്നില്ല. അതിനകത്ത് കുറച്ച് ഏലക്കായും കൂടെ ചതച്ചിടും. എന്നിട്ട് വെള്ളം ചൂടാക്കിയിട്ട് അതിനകത്ത് വെല്ലം ഉരുക്കിയതിന് ശേഷം ഒരു സൈഡിൽ വെല്ലം ഉരുക്കുന്നു, ഒരു സൈഡിൽ അരി ഇങ്ങനെ വറുത്ത് പൊടിച്ച് അവർ വെല്ലവും ഇതും കൂടെ മിക്സ് ചെയ്ത് നമ്മുടെ പിന്നെ ഏലക്കായൊക്കെ ചേർത്തിട്ട് അങ്ങനെയാണ് ഉണ്ട പിടിക്കുന്നത്. ഒരു പ്രത്യേക അളവിൽ, ഒരു പ്രത്യേക ക്വാണ്ടിറ്റിയിൽ അളവിൽ പിടിച്ച് ഉണ്ട പിടിച്ച് ഒരു 10 വെച്ച് ഓരോ പാക്കറ്റിലാക്കിയിട്ടാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല തിരക്കുണ്ട്. ഉണ്ടാക്കി വെച്ചാൽ അന്നേരം തന്നെ തീരും. അവർക്ക് ജോലി ചെയ്യാൻ സമയം കിട്ടുന്നില്ല. കുഞ്ഞ് പറയുന്നുണ്ട്, നാളെ ഞാൻ കുറച്ചും കൂടെ ഗ്ലാമറായിട്ട് വന്നിട്ട് പിടിച്ചാൽ മതി ചേട്ടായി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, കുഞ്ഞ് എനിക്ക് നാളെ സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ദിവസം ചോദിച്ചിട്ടാണ് കേട്ടോ ഇന്ന് സമ്മതിച്ചത്. അവർ ഭയങ്കര ഹാപ്പിയാണ്. കുറേ പേരുണ്ടായിരുന്നു, പക്ഷേ എല്ലാവർക്കും സമയത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഇവർക്ക് കൂടുതൽ സമയം കഷ്ടപ്പെടേണ്ടി വരുന്നു കൊടുക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ എന്തായാലും കഷ്ടപ്പാടിനുള്ള ബലം ഉണ്ടാകട്ടെ. അടിപൊളിയായിട്ട് യൂണിറ്റ് മുന്നോട്ട് പോകട്ടെ. ചേച്ചി എന്നോട് പറയുന്നുണ്ട്, നീ എന്താടാ ഈ കാണിക്കണേ, ഞങ്ങളുടെ വീഡിയോ പിടിക്കണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആ കൂട്ടത്തിൽ തന്നെ ചിരിക്കുന്നുണ്ട്. ദേഷ്യപ്പെടാൻ അറിയില്ലല്ലോ. അപ്പോൾ ഓക്കെ, ശരി എന്നാൽ.